എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലെ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റുഡൻസിനാണെങ്കിലും അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും യൂസ്ഫുൾ ആകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ടേബിളിലെ ക്രിയേറ്റിംഗ് ടേബിൾ എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻസെർട്ടിങ് റോസ് ആൻഡ് കോളം, പിന്നെ എടുക്കാൻ പോകുന്ന ഡിലീറ്റിംഗ് റോസ് ആൻഡ് കോളം, മെർജ് സെല്ല്, സോർട്ടിങ്, ഫോർമുല, പിന്നെ റോ ഹൈറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ടെസ്റ്റ് ഡയറക്ഷൻ, ടേബിളിനെ എങ്ങനെ സെൻറ്റർ ആക്കുന്നത്, ടേബിൾ ഡിസൈൻ, ഇത്രയും 10 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ഇൻസെർട്ട് എടുക്കണം. പുതിയ ഹോം എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ന്യൂ ഫയൽ എടുക്കുക. ന്യൂ എടുത്തിട്ട് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്ത് നമ്മൾ പുതിയൊരു ഫയൽ എടുത്തിട്ട് നമ്മൾ ഇൻസെർട്ട് എടുക്കുക, ടേബിൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുന്നവരുണ്ട്. നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ ഇൻസെർട്ട് ടേബിൾ എടുത്തിട്ട് എത്ര കോളം വേണം, എത്ര റോസ് വേണമെന്ന് പറയുക. ഞാനിപ്പോൾ എടുക്കുന്ന 3 കോളം വേണം, ഒരു 2 റോസ് നമ്മളെടുത്തു, ഓക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കോളംസും 2 റോസും കിട്ടിയിട്ട് ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഡേറ്റ് എന്നടിക്കാം. ഇവിടെ ഡേറ്റ് എന്നടിച്ചു. പിന്നെ ടാബിൽ പ്രസ് ചെയ്യണം. പിന്നെ ഇവിടെ നമുക്ക് പർട്ടിക്കുലർ എന്നടിച്ചു. പിന്നെ ഇവിടെ ഞാൻ എമൗണ്ട് എന്നടിച്ചു. പിന്നെ ടാബിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു ഡേറ്റ് അടിക്കുക. 1/1/2000 ഓക്കെ 2025. എന്നിട്ട് ടാബിൽ പ്രസ് ചെയ്തിട്ട് ഞാൻ അടിച്ചു കൊടുത്തു പർച്ചേസ് പ്രിൻ്റർ എന്നടിച്ചു. എന്നിട്ട് ഒരു എമൗണ്ട് ഞാനിവിടെ അടിക്കുകയാണ്, അടിച്ചു. പിന്നെ ടാബിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിന്നെ ഞാനിവിടെ അടിച്ചു, എടുത്തിട്ട് 2025 എന്നടിച്ചു. ഇനി അടുത്ത് ഞാൻ സെയിൽ എന്നടിക്കുന്നത്, സെയിൽ പ്രിൻ്റർ എന്നടിച്ചു, പ്രിൻ്റർ. അപ്പോൾ ഞാനിവിടെ അടിച്ചു കൊടുത്തു 30,000 എന്നടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ടാബിൽ പ്രസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ടാബിൽ പ്രസ് ചെയ്ത് നമുക്കിതെല്ലാം അടിക്കാം. പിന്നെ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുകൊണ്ട് ഈ ലൈനിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് നമുക്ക് എത്ര ആണൊക്കെ വേണ്ടത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എത്ര താഴോട്ട് നമുക്ക് ടാബിൽ പ്രസ് ചെയ്ത് നമുക്ക് താഴോട്ട് എത്ര വേണമെങ്കിലും ഇൻസെർട്ട്. ആ സമയം നമുക്ക് മേളിലായി ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ടേബിൾ ലേഔട്ട് എടുക്കണം. ഈ ടേബിളിൻ്റെ ലേഔട്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മളത് എടുത്തിട്ട് ഇത് ഇൻസെർട്ടിങ് റോ എന്നാണ്. നമ്മൾ ഇവിടെ വന്ന് ഇൻസെർട്ടിങ് റോ ഉണ്ടോ, നമുക്കവിടെ ഇൻസെർട്ടായി. എന്നിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെർജ് ചെയ്യാം. നമുക്ക് ഒന്നിച്ചൊന്നാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മെർജ് സെല്ല് കണ്ടില്ലേ, അപ്പോൾ ആ ലൈനെല്ലാം നമുക്ക് ഒന്നിച്ചാക്കാൻ പറ്റും. ഇതിനാണ് മെർജ് സെൽ എന്ന് പറയുന്നത്. ഞാൻ 2 പറഞ്ഞു. ഇനി നമുക്ക് ഏതെങ്കിലും സമയത്ത് ഇതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഇതിനെ നമുക്ക് വേണ്ട, അപ്പോൾ ഇവിടെ ഡിലീറ്റ് എടുക്കണം. എന്നിട്ട് പറയണം ഡിലീറ്റ് റോ ഉണ്ടോ, നമുക്ക് ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ 2 പറഞ്ഞു, ഓക്കെ. എന്നിട്ട് ഈ കോളം നമുക്ക് ഡിലീറ്റ് ചെയ്യണം. എങ്കിൽ ഈ കോളം ആയിക്കോ, ഡേറ്റ് വേണ്ട. അപ്പോൾ നമ്മൾ ഡിലീറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് പറയണം, കോളം. അങ്ങനെ ആ ഡേറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇൻസെർട്ട് എബോ എന്ന് പറയണം. ഇൻസെർട്ട് എബോ. താഴെയാണ് ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇൻസെർട്ട് ബിലോ എന്ന് പറയണം. പിന്നെ ഇൻസെർട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിൽ ഒരു കോളം കൂടെ ഇൻസെർട്ട് ചെയ്ത് തരും. നമുക്കതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കോളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് തരും. ഇതിനെ നമുക്ക് മെർജ് ചെയ്യണമെങ്കിലോ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ മെർജ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ മെർജ് ചെയ്തു. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് സെയിൽസ് ഒന്ന് അടിച്ചു കൊടുത്ത് എന്നിട്ട് അതിനെ സെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, അതിനൊരു ഹെഡിങ് നമ്മൾ തയ്യാറാക്കി വെച്ചു. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു ടേബിളാണ് ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത്, ഈ ടേബിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ ക്രിയേറ്റിംഗ് ടേബിൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റിംഗ് ടേബിൾ അറിയാം, ഇൻസെർട്ടിങ് റോസ് ആൻഡ് കോളം ഇപ്പം നമ്മൾ പഠിച്ചു, ഡിലീറ്റിംഗ് റോസ് ആൻഡ് കോളം പഠിച്ചു, പിന്നെ മെർജിങ് സെല്ല് നമ്മളെങ്ങനെയാണ് മെർജ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ കണ്ടില്ലേ, പർച്ചേസ് 2 എണ്ണം ഉണ്ട്. സെയിൽ ഇവിടെ കിടക്കുന്നു, പിന്നെയും ഇവിടെ പർച്ചേസ് കിടക്കുന്നു, പിന്നെ സെയിൽ കിടക്കുക. ഇങ്ങനെ നമുക്ക് അവിടെ എവിടെയൊക്കെയാണ്
സെയിലും പർച്ചേസും കിടക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് അടുക്കി വെക്കണം. എങ്കിൽ നമ്മളിവിടെ കൊണ്ട് ആദ്യം ഫസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ ലേഔട്ട് എടുത്തിട്ട് ഇവിടെ സോർട്ടെന്ന് കണ്ടില്ലേ, ഇവിടെ സോർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പറയണം എന്താണ്, ഏതിനെയാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഈ പർട്ടിക്കുലറിനെയാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ എടുക്കണം. ഹെഡർ റോ, ഇവിടെ നമ്മൾ ഹെഡർ റോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡർ എന്ന് എടുത്തിട്ട് ഓക്കെ എന്ന് പറയാം. ഇപ്പോൾ കണ്ടോണം, പർച്ചേസ് എല്ലാം ഒന്നിച്ച് വന്നു, നമുക്ക് സെയിലെല്ലാം ഒന്നിച്ച് വന്നു. കണ്ടോ, നമുക്കെല്ലാം ഒരുപോലെ അടുക്കി വെക്കുന്നതിനെയാണ് നമ്മൾ സോർട്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ടോട്ടൽ നമുക്ക് കാണണം. ഇതിൻ്റെ എല്ലാം സെയിലും പർച്ചേസും എല്ലാം കൂടെ ടോട്ടൽ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ ടാബിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഫോർമുല എന്ന് കണ്ടില്ലേ, ഇവിടെ ഫോർമുല എടുത്തിട്ട് സം എബോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ കണ്ടു. ഇനി വേണമെങ്കിൽ നമ്മളിത് രണ്ടും കൂടെ ഒന്ന് മെർജ് ചെയ്യുക. മെർജ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ഹെഡിങ് അടിച്ചു കൊടുത്തു, ടോട്ടൽ അടിച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ റൈറ്റ് സൈഡിലോട്ടാക്കി. കണ്ടോ, അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്തു, സോർട്ട് ചെയ്തു. അങ്ങനെ മനസ്സിലായല്ലോ. അപ്പോൾ സോർട്ടിങ് വരെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് എന്താണ് അതിനകത്ത് പറയുന്നത്, സോർട്ടിങ് നമ്മൾ പഠിച്ചു. അടുത്തത് ഫോർമുല കണ്ടു. റോ ഹൈറ്റ് എങ്ങനെയാണ് നമുക്ക് റോ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. റോ ഹൈറ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കണ്ട് ഇത്രയും സ്ഥലം നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ കുറേ സ്ഥലം നമുക്ക് അധികം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഹൈറ്റ്, ഇതിനെ കൂടെ കുറച്ച് ഹൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നിനും രണ്ട് ഇവിടെ വന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടും കുറയണ്ട. നമുക്ക് അതിനേക്കാൾ നല്ലത് ഇവിടെ പ്രോപ്പർട്ടി വരിക. പ്രോപ്പർട്ടി വന്നിട്ട് ഇവിടെ റോ എടുക്കണം. റോ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം 0.1 കിടക്കുന്നത്. ഒരു പോയിൻ്റ് ഇവിടെ ടിക്ക് ഇട്ടിട്ട് ഒരു 3-4 വരെ നമുക്ക് എടുക്കാം. കണ്ടോ, ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇവിടെ 0.4 വന്നില്ലേ, 0.4 എടുക്കുക. ഒന്ന് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രോപ്പർട്ടി പോയിട്ട് നമുക്ക് അപ്പം എന്ത് ചെയ്തു, നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി. ഇപ്പം പേപ്പറിൻ്റെ കുറേ താഴോട്ട് വന്നു. ഇനി നമുക്ക് ഇതിനെ ഇത് കണ്ട് ഇത് സെൻറ്റർ ആക്കണം. ഇതിനെ ഒന്ന് സെൻറ്റർ ആക്കണേ നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സെൻറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റോ ഹൈറ്റൊക്കെ നമ്മൾ കൂട്ടി. ഇനി എപ്പോഴെങ്കിലും ഇതിൻ്റെ ടെസ്റ്റിൻ്റെ ഡയറക്ഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഹെഡിങ്ങിൻ്റെ നമ്മൾ ടെസ്റ്റ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുത്താൽ മതി. ഇങ്ങനെ ഡയറക്ഷൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, ടെസ്റ്റിൻ്റെ ഡയറക്ഷന്. ഇനി നമുക്ക് നല്ലൊരു ഡിസൈനാണ് നമുക്ക് വേണമെന്ന് തോന്നുവാണ് ഇതിന്. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ഡിസൈൻ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഇവിടെ ടേബിൾ ഡിസൈൻ എടുക്കുക. ഇവിടെ വന്നിട്ട് നല്ല നല്ല ഡിസൈൻസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസൈൻ എടുത്തിട്ട് കുറേ ഡിസൈൻസൊക്കെ ഉണ്ട്. കണ്ടോ, നമ്മുടെ ടേബിൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ഡിസൈൻ, നല്ല ഡിസൈനൊക്കെ താഴെ ഉണ്ടാവും. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല നല്ല ഡിസൈൻസൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ നമ്മളിന്ന് പഠിച്ചെന്ന് നോക്കി. എന്തെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻസെർട്ട് എടുക്കുക, ടേബിൾ എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇൻസെർട്ട് ടേബിൾ എടുത്തിട്ട് എത്ര കോളം വേണം, റോസ് വേണമെന്ന് പറയുക. പിന്നെ ഇൻസെർട്ടിങ് റോസ് ആൻഡ് കോളം നമുക്കറിയാമല്ലോ. ഇവിടെ വന്നിട്ട് നമുക്ക് റോയും കോളവും ഒക്കെ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് എത്ര നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. കോളമാണ് നമുക്ക് ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കോളം ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്തത്, ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഡിലീറ്റ് എടുത്തിട്ട് കോളം കണ്ടോ, എന്നിട്ട് അങ്ങാണ്ട് പറഞ്ഞു തെറ്റ് കണ്ടോ, ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ ഇതിനെ ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെ എടുത്തിട്ട് ഡിലീറ്റ് എടുക്കുക, കോളം, അങ്ങനെ ഡിലീറ്റ് കോളം പറഞ്ഞു. പിന്നെ എന്താണ് ഡിലീറ്റ് കോളം. പിന്നെ മെർജ് സെല്ല്, മെർജ് ചെയ്യാൻ അറിയാം. സോർട്ടിങ് നമ്മൾ പഠിച്ചു, ഫോർമുല പഠിച്ചു, എങ്ങനെയാണ് റോ ഹൈറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്, ടെസ്റ്റ് ഡയറക്ഷൻ എങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ ടേബിളിനെ സെൻറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ടേബിൾ എടുത്ത് ഇതിനെ സെൻറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലേഔട്ട് എടുത്തിട്ട് പ്രോപ്പർട്ടി എടുക്കണം. പ്രോപ്പർട്ടി എടുത്തിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ടേബിൾ എടുക്കണം. എന്നിട്ട് സെൻറ്റർ, ഓൾറെഡി സെൻറ്ററിലാണ് നിൽക്കുന്നത്, സെൻറ്റർ ആക്കിയിട്ട് ഓക്കെ പറയാം. അപ്പോൾ ആ ടേബിൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. കൊട്ടേഷൻ ഇൻവോയ്സ് ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് ടേബിളിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.